ഹലോ മക്കളെ, എല്ലാവർക്കും സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ 8th കഴിഞ്ഞ് പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് കടന്നിരിക്കുകയാണ്. ക്ലാസ് 9 CBSE അല്ലേ? എല്ലാവരും ആദ്യം തന്നെ സ്കൂൾ തുറന്നൊരു ആവേശം എല്ലാ മക്കളിലും ഉണ്ടാവും. നിങ്ങളിലൊക്കെ അല്ലേ പെട്ടെന്ന് തന്നെ പഠിക്കണം, എല്ലാ ചാപ്റ്ററിനും ആദ്യത്തെ എക്സാമിനൊക്കെ മുഴുവൻ മാർക്ക് വാങ്ങണം എന്നുള്ളൊരു ആവേശത്തിൽ യൂട്യൂബിൽ കയറിയിട്ട് സൈലത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ? ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കുന്നുണ്ടായി. പല വീഡിയോസിൻ്റെയും പല ലൈവ് ക്ലാസ്സിൻ്റെയും ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ നമ്പർ സിസ്റ്റംസിൻ്റെ ഒക്കെ വ്യൂസ് കൂടിയിട്ടുണ്ട്. റീസെൻ്റ്ലി കമൻസ് വന്നിട്ടുണ്ട്. പല കുട്ടികളും പഠിക്കാനുള്ള ഒരു ത്വരയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? എങ്ങനെ ഓരോ സബ്ജക്റ്റിനും നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നത് തന്നെയായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ ചിന്ത അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ തന്നെ എത്ര തവണ സെർച്ച് ചെയ്തിട്ടുണ്ടാവും ഹൗ ടു സ്റ്റഡി ബെറ്റർ, അല്ലെങ്കിൽ ഹൗ ടു സ്കോർ ഫുൾ മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ എത്ര തവണ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിലൊന്നും ആരും തന്നെ പറയാത്ത എക്സാമിന് നമുക്ക് ഫൈനൽ എക്സാമിന് നമുക്ക് മുഴുവൻ സ്കോറും നേടിത്തരാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ആ പോയിന്റാണ് എക്സാംസ്. നിങ്ങൾ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യണം. എക്സാംസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നെറ്റി ചൊളിയും, എനിക്കറിയാം. കാരണം ഒരു എക്സാം കഴിയുന്നു, അതിൻ്റെ പേപ്പർ വരുമ്പോൾ ടീച്ചർ ചീത്ത പറയുന്നു, വീട്ടിൽ നിന്ന് പാരൻസ് വഴക്ക് പറയുന്നു അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ടല്ലോ. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി മക്കളെ, നിങ്ങളൊരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നു, എന്നിട്ടാണ് നിങ്ങൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, ആ ഒരു യൂണിറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ പഠിച്ചത് എത്രത്തോളം ശരിയാണ്, അത്രത്തോളം പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ ഇനിയും ഞാൻ എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൂളായിട്ട് വേണം നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റിനെ കൺസിഡർ ചെയ്യാനായിട്ട്. അവിടെ നിങ്ങളുടെ മാർക്ക് കുറയുമ്പോൾ മേ ബി നിങ്ങളെ പാരൻസ് വഴക്ക് പറഞ്ഞേക്കാം. കുഴപ്പമില്ല, നിങ്ങൾ അതിലും നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് അടുത്ത എക്സാമിന് മാർക്ക് കൂടുതൽ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു എക്സാം നിങ്ങളുടെ ആനുവൽ എക്സാം ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പൊട്ടും, നിങ്ങൾ തോൽക്കും. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുന്നത്? നിങ്ങൾക്ക് ടൈം മാനേജ്മെൻ്റ് ആണോ വിഷയം, അതോ നിങ്ങൾക്ക് എക്സാം ഹാളിൽ എത്തുമ്പം ആങ്സൈറ്റി ഉണ്ടാവുന്നുണ്ടോ? ഇതൊന്നും നിങ്ങൾ അറിയാതെ ആദ്യമായിട്ട് പോയിട്ട് എഴുതുന്ന എക്സാമാണ് ആനുവൽ എക്സാം എങ്കിൽ ഈ എല്ലാ പ്രശ്നങ്ങളും അപ്പോഴായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആദ്യമായിട്ട് നിങ്ങൾ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്നായിട്ട് വേർത്ത് കുളിച്ച്, സമയവും കിട്ടുന്നില്ല, ഒന്നും ഓർമ്മയിലേക്ക് വരുന്നില്ല, ഒന്നും ഇല്ലാതെ നിങ്ങൾ ബ്ലാങ്ക് പേപ്പർ ടീച്ചർക്ക് കൊടുക്കുന്ന ആ ഒരു വിഷ്വൽ ആലോചിച്ച് നോക്കുക. അതേസമയം നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഒരുപാട് യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ എഴുതി, എക്സാം എഴുതി, അവർക്ക് അത്രമാത്രം ശീലമായിട്ടുണ്ടാവും. അവർ വളരെ കൂളായിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി ടീച്ചേഴ്സിന് കൊടുത്തിറങ്ങി പോകുന്നു. ആ ഒരു സീന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ മക്കൾ ചെയ്യേണ്ടത് ഈ എക്സാംസിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക എന്നത് തന്നെയാണ്. എക്സാംസിനെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുക. എക്സാംസ് എന്ന് പറയുന്നത് നമ്മളെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മളെ എതിർക്കാൻ വേണ്ടിയിട്ടൊരു സാധനമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ വീക്ക്നെസ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ എക്സാംസിനെ കൺസിഡർ ചെയ്യുക. ഓരോ ചാപ്റ്ററിനും നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഒരു ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സിൽ നമ്പർ സിസ്റ്റംസ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്പർ സിസ്റ്റംസിൻ്റെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ആ ചാപ്റ്റർ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് ആ എക്സാംസിൻ്റെ റിസൾട്ട്സ് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആ എക്സാം ചിലപ്പം നിങ്ങൾ പഠിച്ചത് മതിയായിട്ടുണ്ടാവില്ല. മേ ബി ഒരു 30 മിനിറ്റ്സിലെ എക്സാം ആണെങ്കിൽ നിങ്ങൾ 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ്, ഓക്കെ, എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരു വിഷയമാണ്, ഞാൻ പഠിച്ചത് കുറച്ച് കുറവായിരുന്നു, ഈ ടോപ്പിക് എന്നോട് വിട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പോയിന്റ്സ് ആണ് നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെ വേണം നിങ്ങൾ ഓരോ എക്സാമിനെയും അപ്രോച്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് സൈലം ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്തോറും യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നത്. ഇപ്പം നമ്മൾ മാത്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റംസ് ആണ്. നമ്പർ സിസ്റ്റംസ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്ററാണ്. ആപ്പിൽ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്പർ സിസ്റ്റംസ് എന്ന ചാപ്റ്റർ. ഏകദേശം നമ്മൾ 7 പാർട്ടായിട്ടാണ് നമ്പർ സിസ്റ്റംസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലെക്ചേഴ്സ് എന്നതിൽ ആ ക്ലാസ്സുകൾ എല്ലാം തന്നെ കാണാൻ കഴിയും. ഈ വർഷം അവസാനിക്കുന്നത് വരെ ഈ ക്ലാസ്സസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും റീവാച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് നോട്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൻ്റെ അടിയിലായിട്ട് ഈ 7 പാർട്ടിൻ്റെയും നോട്ട്സ് ഞാൻ ലൈവ് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്ഷനാണ് DPP.
അവിടെ നമ്മൾ MCQs ആണ് കാണാൻ കഴിയുക. ഓരോ പാർട്ട് കഴിയുമ്പോഴും 10 MCQs വെച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ MCQs നിങ്ങൾക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കാണാം DPP PDF എന്ന്. അവിടെ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് നമ്പർ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരിക. നമ്പർ സിസ്റ്റംസിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 30 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനേഷൻ എങ്ങനെയാണോ അതേ ഫോർമാറ്റിൽ, സെയിം ഫോർമാറ്റിൽ മാത്തമാറ്റിക്സിൻ്റെ നമ്പർ സിസ്റ്റംസ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും. സെക്ഷൻ എയിൽ MCQs, പിന്നെ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ്, അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, ഇവയെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതാണ് സൈലത്തിൻ്റെ ഓരോ യൂണിറ്റ് ടെസ്റ്റും. അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ അന്ന് തന്നെ നിങ്ങളുടെ ആപ്പിൽ ലൈവ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും നമുക്ക് യൂണിറ്റ് ടെസ്റ്റ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു ചാപ്റ്റർ മാത്രം എക്സാം അറ്റൻഡ് ചെയ്താൽ മതിയോ? പോരാ, കുറച്ചധികം ചാപ്റ്റേഴ്സ് ഒരുമിച്ച് നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടേം എക്സാംസ് ഉണ്ടാവും, അത് കഴിഞ്ഞ് മോഡൽ എക്സാംസ് ഉണ്ടാവും. അങ്ങനെ ഒട്ടനവധി എക്സാംസിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഏതൊരു എക്സാം വന്നാലും ധൈര്യത്തോടെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യും, ഞങ്ങൾ മുഴുവൻ മാർക്കും നേടും എന്ന് പറയാൻ പ്രാപ്തരാക്കിയിട്ടേ 9th CBSEയിൽ നമ്മൾ ഈ ഒരു അക്കാദമിക് ഇയർ അവസാനിപ്പിക്കുകയുള്ളൂ. സോ മക്കളെ, ഇനിയും ആരെങ്കിലും നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക.